പെട്ടിരിക്കുകയാണ് ഗൈസ്. നമ്മൾ പോകാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് കണ്ടെയ്ൻമെന്റ് സോണാണ്. അപ്പം അങ്ങോട്ടേക്ക് ആരെയും കയറ്റി വിടും. ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ പാച്ചുവും കോവാലിനും. അപ്പം ഞങ്ങളിന്ന് ഒരു ട്രിപ്പ് പോവാണ്. ഒരു ചെറിയ ട്രാവൽ ബ്ലോഗുമായിട്ടാണ് വന്നേക്കുന്നത്. പെട്ടിരിക്കുകയാണ് ഗൈസ്. നമ്മൾ പോകാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് കണ്ടെയ്ൻമെന്റ് സോണാണ്. അപ്പം അങ്ങോട്ടേക്ക് ആരെയും കയറ്റി വിടുന്നില്ല. അപ്പം ഞങ്ങൾ ഇവിടുത്തെ കടയിലേക്ക് കയറി ചേട്ടന്മാടി വെച്ചിട്ട് അവർ പറഞ്ഞു വേറൊരു സ്ഥലമുണ്ട്, വേറൊരു വഴിയുണ്ട്, അവിടെ പോയി നോക്കാൻ പറഞ്ഞിട്ട് നമ്മൾ ആ വഴിക്ക് പോയി നോക്കാം. ആ വഴി നമുക്ക് അറിയില്ല. ഇവിടെ ഇങ്ങനെ കണ്ടെയ്ൻമെന്റ് സോൺ ആയതുകൊണ്ട് നമ്മൾ ആകെ പ്രശ്നമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരെ റിസ്ക് എടുക്കുന്നില്ല. നമ്മളെന്തായാലും ഇങ്ങോട്ട് പോവുകയാണ്. നമ്മളിപ്പോൾ ആ ചേട്ടൻ പറഞ്ഞ വഴി കൂടെ പോയി നോക്കുവാണ്. വഴി കുറച്ച് മോശമാണ്, അവിടെ കട്ടറൊക്കെയാണ്. എനിക്ക് തോന്നുന്നത് കാറിലൊക്കെ വരുവാണെങ്കിൽ ഏകദേശം ഇവിടം വരെയൊക്കെ നിർത്തിയിട്ടിട്ട് പോകേണ്ടി വരും. നമ്മളെന്തായാലും പോയി നോക്കുകയാണ്. ഇതിൽ പോയി കഴിഞ്ഞാലാണ് വേറെ സ്ഥലം ഉണ്ടെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് നമ്മളെന്തായാലും പോയി നോക്കുവാണ് ഗൈസ്. നമുക്ക് പോയി നോക്കാം. ഇവിടം വരെയെങ്കിലും എത്തുമല്ലോ. എന്തായാലും വഴി നീണ്ടതല്ലേ, എവിടെയെങ്കിലും എത്തിച്ചേരാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ ഗൈസ്. ഇതാണ് നമ്മളെ ഡാമിൻ്റെ സൈറ്റ്. ഇപ്പോഴേ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് പോയി നോക്കാം അവിടെ എങ്ങനെയുണ്ടെന്ന്, ബാക്കിയുള്ള സ്ഥലം എങ്ങനെയുണ്ടെന്ന് നോക്കി നോക്കാം ഗായ്സ്. പെട്ടില്ല ഗായ്സ്, വഴി ബ്ലോക്ക് ആക്കിക്കണ്, കല്ലൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ടല്ലോ. ഇനി അവിടെയും കണ്ടെയ്ൻമെന്റ് സോണാണോ? പോയി നോക്കാം. എന്തായാലും പണി കിട്ടാണ്ടിരുന്നാൽ മതിയായിരുന്നു. സാധാരണ ഇങ്ങനെ പോയവർക്കൊക്കെ പണി കിട്ടാറുള്ളതാണ്. എന്തായാലും പോയി നോക്കാം. അമ്പോ അവിടെ ഇവിടെയൊക്കെ 2-3 സ്ഥലത്ത് കല്ലിട്ടിട്ടുണ്ട്. ഇവിടെയൊക്കെ കല്ലുണ്ട്. നമ്മൾ ജസ്റ്റ് പോകാനുള്ള നടവഴി പോലെ ഇട്ടിട്ടുണ്ട്. അതിൽ കൂടെ എന്തായാലും നമ്മൾ സ്കൂട്ടറും കൊണ്ട് പോയി നോക്കാം. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ത്യാഗം മുഴുവൻ സഹിക്കുന്നത്. എന്തായാലും ത്യാഗം സഹിച്ചതിന് കുഴപ്പമൊന്നുമില്ല. നല്ല അടിപൊളി സൈറ്റാണ് ഗൈസ്. ആ ഡാമിൻ്റെ വ്യൂസ് കാണാൻ കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. ചെറിയൊരു പുല്ലിട്ട വഴിയാട്ടോ ഇത്. വഴിയായിട്ടെന്ന് പറഞ്ഞില്ല, ഇവിടെ ഒരു ഗ്രൗണ്ടൊക്കെ ഉണ്ട്. കളിക്കാൻ വേണ്ടി ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടായ വഴിയാന്ന് തോന്നുന്നു. നല്ല മൈതാനം പോലെ കിടപ്പുണ്ട് ഗൈസ്. എനിക്ക് തോന്നുന്നു മഴക്കാലത്തൊക്കെ ഇവിടെയൊക്കെ ഡാമിൽ വെള്ളം നിറയുമ്പോഴത്തേക്കും ഈ ഭാഗമൊക്കെ ഫില്ലായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഗൈസ്, അവിടെ ആൾക്കാർ കളിക്കുന്ന സ്ഥലമൊക്കെയാണ്. ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളി സ്ഥലം, അടിപൊളി വ്യൂ എന്ന് വെച്ചാൽ അടിപൊളി വ്യൂ ആണ്. നമ്മൾ ഈ വിൻഡോസിൻ്റെ ഹോം സ്ക്രീനിലൊക്കെ കാണുന്ന പോലെ ഉള്ള ഒരു മനോഹരമായ കുന്നും പ്രദേശവും ആകാശവും വെള്ളവും എല്ലാടെ എന്തായാലും കാണേണ്ട സ്ഥലം തന്നെയാണ് ഗൈസ്. ഒന്നും പറയാനില്ല ഗൈസ്. ഇവിടെ നല്ല കാറ്റാണ് ഗൈസ്. ഭയങ്കര കാറ്റ് വെച്ചാൽ ഭയങ്കര കാറ്റാണ്. നല്ല കാറ്റ് വെച്ചാൽ ഭയങ്കര നല്ല. അതെനിക്കൊന്ന് ഈ പുഴയുടെ ഇത് ഡാം സൈറ്റ് ഇങ്ങനെ കിടക്കുന്നതുകൊണ്ടായിരിക്കും. നമുക്ക് നോക്കിയാൽ അറിയാം, വെള്ളത്തിലൊക്കെ ഓളം വെട്ടുന്നുണ്ട്. കാറ്റടിച്ചിട്ട് നല്ല രീതിയിൽ ഓളം വെട്ടുന്നുണ്ട്. അപ്പം തന്നെ ഇപ്പം കൊറോണ ആയതുകൊണ്ടായിരിക്കും ആൾക്കാരൊന്നും ഇങ്ങോട്ട് വരുന്നില്ല. നമ്മൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഈ ഭാഗത്ത്. അപ്പം നിങ്ങൾക്കൊക്കെ നോക്കിയാൽ കാണാം. കണ്ടോ, ആ തിര വെട്ടുന്നത് കണ്ടോ? നല്ല അടിപൊളിയായിട്ട് കാണാൻ അടിപൊളി സൈറ്റ്, അടിപൊളി സൈറ്റാണ്. കാണേണ്ട സ്ഥലം തന്നെയാണ്. എന്തായാലും നമ്മളൊന്നും അറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന്. പിന്നെ ഒന്ന് രണ്ട് ഫ്രണ്ട്സ് ഇങ്ങനെ പോയിട്ട് പറഞ്ഞു ഇങ്ങനെ അടിപൊളി സ്ഥലം ഉണ്ടെന്ന്, പോയി നോക്കാൻ പറഞ്ഞു. അപ്പം അങ്ങനെ നമ്മളിവിടെ എത്തിച്ചേർന്നത്. എന്തായാലും അടിപൊളി സ്ഥലം എന്ന് വെച്ചാൽ അടിപൊളി സ്ഥലം. കാഴ്ച നിങ്ങൾക്ക് മാക്സിമം എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്.
പക്ഷെ നമ്മുടെ കയ്യിൽ എന്ത് പ്രശ്നം വെച്ചാൽ നമ്മുടെ കയ്യിൽ ഹാൻഡി ക്യാമൊന്നും ഇല്ല. അപ്പോൾ നമ്മളെല്ലാം ഷൂട്ട് ചെയ്യുന്നത് മൊബൈലിലാണ്. അതുകൊണ്ട് തന്നെ ഇത് എത്രമാത്രം നിങ്ങൾക്ക് അതിൻ്റെ ക്ലാരിറ്റി വരുന്നുണ്ടെന്നോ എത്രമാത്രം നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഫീല് വരുന്നുണ്ടെന്ന് നമുക്കറിയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കണം. അതിനകത്ത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ഓളം വെട്ടി കരയിലേക്ക് കയറുന്ന ഞങ്ങൾ കാണിച്ചിട്ട് നോക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ അറിയില്ല, അത് നന്നായിട്ട് ഓളം വെട്ടുന്നുണ്ട്. ആ കാറ്റിനനുസരിച്ച് നല്ലത് കണ്ടോ, ഓളം വെട്ടി കരയിലേക്ക് കയറുന്നുണ്ടോ, തിരമാലയൊക്കെ കയറുന്ന പോലെ എന്നൊക്കെ പറയാം. അപ്പം അങ്ങനെ ഓളം വെട്ടി കയറുന്ന നിങ്ങൾക്ക് കാണാൻ സാധിക്കണമെന്ന് വിശ്വസിക്കുന്നത്. അപ്പോൾ അതിൻ്റെ 1-2 ജ്യൂസ് കൂടെ കാണിച്ചു തരുന്ന ആഗ്രഹമുണ്ട്. ഇത് കണ്ടോ, മനോഹരമാണ്. അത്ര ബ്യൂട്ടിഫുള്ളായിട്ടൊരു പ്ലേസാണ് നെല്ലാർച്ചാൽ എന്ന് പറയുന്നത്. കുന്നയിൽ കൊട്ടത്തോണിയൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് തോന്നുന്നത് അവിടെ മിക്കവാറും ഈ കൊട്ടത്തോണിയിലൊക്കെ കയറ്റി ഡാം സൈറ്റൊക്കെ കാണിക്കാൻ നിങ്ങൾക്ക് കൊണ്ട് നീല കളറിലവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കയറാൻ പറ്റാത്തത് നഷ്ടമായിപ്പോയി. നമ്മൾ ആ ഒരു പോർഷനിലായിരുന്നു ചെല്ലേണ്ട. അവിടെ കണ്ടെയ്നേഴ്സാണ് നമ്മൾ ഇപ്രാവശ്യം വന്നത് ഇങ്ങോട്ട്. അപ്പോൾ അടുത്ത പ്രാവശ്യം നമ്മളെന്തായാലും അങ്ങോട്ട് പോകുന്നുണ്ട്. അവിടെ പറ്റുമെങ്കിൽ ആ കൊട്ടത്തോണിയിലേക്കൊന്ന് കയറണമെന്ന് ആഗ്രഹമുണ്ട്. എല്ലാവരും വന്ന് കാണണം. നമ്മുടെ നെല്ലാർച്ചാൽ ട്രിപ്പ് അങ്ങനെ കഴിഞ്ഞു. അപ്പോൾ നിങ്ങളിതുപോലെ ഇവിടെ ആർക്ക് വേണമെങ്കിൽ വരാം കേട്ടോ. ഇങ്ങനെ കയറ്റം ഇറക്കം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ആർക്ക് വേണമെങ്കിലും വന്നിട്ട് ഇവിടുത്തെ ദൃശ്യങ്ങളെല്ലാം ഡാം സൈറ്റും എല്ലാം നല്ല വൃത്തിയായിട്ട് കാണാൻ പറ്റും. നമുക്കിന്ന് പറ്റിയൊരു അബദ്ധം എന്ന് വെച്ചാൽ നമ്മുടെ അപ്പുറ സൈഡ് കണ്ടെയ്ൻമെൻറ് സോൺ ആയിപ്പോയി. അതാ മാത്രമേ നമുക്ക് പറ്റിയൊരു അബദ്ധമായത്. പക്ഷേ ഈ സൈഡും പൊളിയാട്ടോ. ഈ സൈഡ് അടിപൊളിയാണ്, കുഴപ്പമൊന്നുമില്ല, നല്ല കിട്ടില്ല സ്ഥലമാണ്, മാസാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊക്കെ വന്ന് കാണുക. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ഞങ്ങളുടെ വീഡിയോസ് എല്ലാം ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരെ സൈനിങ് ഓഫ്.